അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മുന്നിലുള്ളത് കെ മുഹമ്മദ് ഹാജിയാണ്. ചെറിയത് ഹാജി എന്ന് നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടെ വിളിക്കുന്ന ബഹുമാനപ്പെട്ടവരാണ് നമ്മുടെ മുമ്പിലുള്ളത്. അദ്ദേഹം നമ്മുടെ മൗലവി പാപ്പയുമായി ബന്ധപ്പെട്ടവരും കുട്ടിക്കാലത്തൊക്കെ പരിചയമുള്ളവരുമാണ്. അവരുടെ ഓർമ്മകളാണ് നമ്മളുമായി പങ്കുവെക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഞാന് ആദ്യമായിട്ട് മുജീദ് പപ്പാനെ കണ്ടിട്ടുണ്ട്. വാപ്പ പിന്നെ താറ്റ കൊണ്ടിരിക്ക് സുബൈക്ക് കൂട്ടിക്കൊണ്ടേ വാപ്പാനൊന്ന് പരിചയപ്പെടുത്തിക്കാളി. വാപ്പ കല്യാട്ട് പോയി ശരി യൂസുഫ് എന്ന് പറഞ്ഞ ആളാണ് എന്റെ വാപ്പ. ആ കാലഘട്ടത്തിൽ ഇവരെ മദ്രസോ ഖുർആൻ പഠിപ്പിക്കാൻ പറ്റിയ സൗകര്യങ്ങളോ ഇല്ലാത്ത കാലം. ചെയ്താൽ ഒന്നൊക്കെ ആൾക്കാർ സ്കൂളിൽ വെച്ചുകൊണ്ട് ഖുർആൻ പഠിപ്പിച്ചിരുന്നു. അത് 1949 സ്വാതന്ത്ര്യം വന്നപ്പോൾ പിന്നെ മതപഠനം പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതും വിദ്യാനിഷ്ഠരായി. അങ്ങനെ പിന്നെ ഞാൻ ഖുർആൻ കുറേശ്ശെ പഠിച്ചിട്ടുണ്ട്. കുഞ്ഞത്തിൻ്റെ ഇവിടെ വേസഭയിൽ കണക്കെടുക്കുന്ന കാലത്ത് നാലടിയുടെ ഈ പള്ളിയിൽ ഞങ്ങൾക്ക് മാജിലിൻ്റെ ദേശം പിന്നെ ഖുർആൻ അക്ഷരങ്ങളും വാർത്തയും ഇങ്ങനൊക്കെ പറഞ്ഞു നേരത്തും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ കുറേ കഴിഞ്ഞപ്പോൾ തീരെ ഇവിടെ സ്കൂളിൽ പഠനമില്ല ഒന്നുമില്ലാതായിരുന്നു. പിന്നെ പുത്തമ്പള്ളിയുടെ തെക്കേ ഭാഗത്ത് ചെതുങ്കാരൻ ഒരു മമ്മൂട്ടിയിൽ നല്ല ഒരാൾ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് എത്തിച്ച് അതിൽ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ അയാളെ പോയിട്ട് കുറച്ചു കാലം പോയപ്പോൾ അയാളും അത് നിർത്തി പോയി. പിന്നെ എനിക്ക് ഉമ്മാളിൽ നിന്നും മറ്റൊക്കെ കിട്ടുന്ന വിവരവും കുഞ്ഞൻ്റേത് കിട്ടുന്ന വിവരം കൊണ്ടാണ് ഞാൻ ഖുർആനൊക്കെ കുറേശ്ശെ പഠിച്ചത്. അത് എനിക്ക് ഓർമ്മ നിൽക്കാതെ ഒരു പ്രയാസത്തിൽ ആയപ്പോൾ അതിന് വിവരം മൂല്യൻ പപ്പാട് പറയാൻ വേണ്ടിയാണ് എൻ്റെ വാപ്പനെ മൂല്യൻ പപ്പാടെ കൂട്ടിക്കൊണ്ടായത്. എനിക്ക് വിവരം ഓതാൻ കിട്ടുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ഏകദേശം എത്ര വയസ്സായിരിക്കും? ഒരു പിന്നെ 10 വയസ്സിന്റെ നേരെ പ്രായമായിരുന്നു. മൗലവി പാപ്പ എന്തേ ചെയ്തെന്ന്? പാപ്പ ഇന്നൊരു സുബൈൻ്റെ ആണ് ഞങ്ങൾക്ക് വരുന്നത്. സുബൈക്കാണ് വരുന്നത്. അങ്ങനെ സുബൈക്കാരൊക്കെ ഒരു അരമണിക്കൂർ 3 മണിക്കൂർ എൻ്റെ സ്ഥലം എൻ്റെ വാപ്പ ഈ കാര്യം എന്നെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പാപ്പാട് പണ്ട് വന്നിട്ടപ്പോൾ പിന്നെ മന്ത്രി ചൂടി പണ്ട് എന്നോട് പറഞ്ഞ് സുബൈൻ്റെ ശേഷം അതെന്നസുകാർ സുഖമുണ്ട് ഈ ഓടിപ്പോയെന്ന് പറയുന്നത്. അതെന്നസുകാർ സുഖമുണ്ട് മോദിയൻ പാപ്പ ഓടിക്കൊണ്ട്. അങ്ങനെ ഞാൻ മോദിയൻ പാപ്പ ഒരു കല്ല അത് കേൾക്കാണ്ട് ഞാൻ അതെന്നസുകാരെ ഓടി. അങ്ങനെ അവിടുന്ന് പിന്നെ കുറേ മോദിയോട് ഞങ്ങൾ പോരാൻ പഞ്ചായത്ത് ഞങ്ങളെ പറഞ്ഞയച്ചില്ല. മോദിയൻ പാപ്പ പാപ്പാനെ കൂട്ടിക്കൊണ്ട് തെരിപ്പോയി. പോയിട്ട് ഞങ്ങളെ അവിടെ സൽക്കാരം നടത്തി തരും. എന്നിട്ട് മോനെ പാപ്പൻ ബാപ്പയും ഞാനും കൂടി ഒന്നിച്ചാണ് ചായ മുതൽ ഭക്ഷണം കഴിച്ചത്. അങ്ങനെ ഒന്ന് പിന്നെ ഞാൻ മോനെ പാപ്പ അവിടെ റംബാനിക്ക് ഇപ്പം ഉണ്ടാവും എന്താകുമല്ലോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുമല്ലോ. പുത്തമ്പള്ളിക്കലോ? അല്ല, താഴത്തെ പള്ളിക്ക് പോയിട്ട് അവിടുന്ന് പങ്കെടുക്കുമ്പോൾ മോദി പാപ്പ എല്ലാ കുട്ടികൾക്കും എനിക്കും കൊണ്ട് ഓടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കുറച്ച് ഞാൻ കുറച്ച് പഠിച്ചത്. പിന്നെ അതിൻ്റെ ശേഷമാണ് 1952 കാലത്താണ് നമ്മൾ ഇവിടെ ഒരു
മദ്രസ വേണം കുട്ടികൾക്ക് പഠിക്കാനെന്ന് പറഞ്ഞിട്ട് മോനെ പാപ്പ നാട്ടിൽ പറഞ്ഞ് നമുക്ക് മരക്കാർ പെരം തന്നിട്ടുണ്ട് മദ്രസ ഉണ്ടാക്കാൻ. അതുകൊണ്ട് നമുക്കൊരു മദ്രസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് പണം പിരിവ് ഉണ്ടാക്കിയത് ആദർശക്കാരൻ മെഹമ്മൂദ് എന്നൊരാള് ചുറ്റുമുറി എന്നറിയപ്പെടുന്നു. മൂപ്പരെ കൂട്ടി കൊണ്ടിട്ട് അവിടെ ബാങ്ക് നടത്തി. അങ്ങനെ അവിടുന്ന് കുറെ പണം സാന്തൊക്കെ കിട്ടി. ആ പണം കൊണ്ടാണ് അവിടെ മദ്രസ സ്ഥാപിച്ചത്. മർക്കരാജി സ്ഥലം കോട്ട. ഏത് മർക്കരാജിയാ? അറിയുന്ന ആൾക്കാരാജി. അപ്പോൾ അക്കാലത്ത് ആരും ചോദിച്ചില്ല നമുക്ക് ആ സ്ഥലം ഉറപ്പ് തന്നിക്കണോ രജിസ്റ്ററാക്കിക്കണോ എന്നൊന്നും ആരും ചോദിച്ചതുമില്ല. ആ നേരത്ത് മോദി പാപ്പയുടെ കാലം വരെ അങ്ങനെ ഭാഗ്യത വന്നപ്പോൾ അവരിതാണ് ബാധിച്ചവർ. അങ്ങനെയാണ് നമ്മൾ അവിടെ അമ്മണിക്കയുടെ പറമ്പറ്റ് ബിജിനാഥിന്റെ പറമ്പറ്റ് ഷെഡുണ്ടാക്കിയിട്ട് നമ്മൾ 1988 കാലത്ത് ആണ് അവരെ വെച്ചിട്ട് കണ്ടുപോയത്. മോലിയർപ്പാപ്പനെ കാണുമ്പോഴേ പിന്നെ ഏത് രൂപമാണ്? അതായത് തടിച്ചിട്ടും താടിയൊക്കെ ഉണ്ടായി അങ്ങനെ താടിയാണ്. വലിയ പൊക്കം ഉള്ള ആളെന്തായിരുന്നു. ഏതാണ്ട് മോദിപ്പാപ്പയുടെ ആകൃതി അരിമോദിയുണ്ടായിരുന്ന മോദിപ്പാപ്പയുടെ മോന് അവരെ പ്രകൃതിയല്ലേ ശരീരം. അരിമോദിയുടെ ഏതാണ്ട് പ്രകൃതി അവരില്ല. പിന്നെ 4 ജുമ ഒന്നാക്കിയത് ഇവിടെ വന്നുകാണ്ട് പകല് ഒരു 8-9 മണിയോട് കൂടി പള്ളിയുടെ മുകളിൽ വന്ന് കണ്ട് ആൾക്കുണ്ട്. പിന്നെ ആര് പിടിച്ചിട്ടും പിന്നെ ഒന്നിനും ഒരു ഭക്ഷണം കഴിച്ചാൽ മുന്നിൽ പോകാതെ അവിടെ അങ്ങനെ ആളുടെ മുകളിൽ കഴിച്ചത് ആരോടൊന്നും പറയില്ല. വെള്ളിയാഴ്ച തന്നെയത്? ഏത് ദിവസമായിരുന്നു? ഏത് ദിവസം എനിക്ക് ഏതാന്ന് എനിക്ക് പറയണ്ട കേട്ടോ. ഈ പള്ളി കേട്ടില് അങ്ങനെ ആൾക്കാർ പലരും പറഞ്ഞിങ്ങനെ മോദിപ്പാപ്പ പള്ളിയിൽ വന്നിട്ട് എന്തോ ആവും എൻ്റെ മോളിൽ കാര്യം കേൾക്കുന്നുണ്ട്, ആരോടൊന്നും പറയുന്നില്ല എന്നും ഇങ്ങനെ അങ്ങനെ പിന്നെ ആൾക്കാരൊക്കെ മരക്കാരാജി പോലും മാനോജി ഇങ്ങനെ വന്നുകാണ്ട് മോദിപ്പാപ്പ നിങ്ങൾക്ക് എന്താ നിങ്ങളെ ആവശ്യത്തിന് എന്താ നിങ്ങൾ എന്ത് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ പിന്നെ മുമ്പ് പിത്ര ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈ ജുമയ പല ഭിന്നായത്. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു പിത്രയില്ല. അതുകൊണ്ട് നമുക്ക് ജുമയ ഒന്നാക്കണം. അതിന് നിങ്ങൾ എല്ലാവരും തയ്യാറാകണം. എന്നാലേ ഞാൻ നിങ്ങളെ കൂടെ വരാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ പറയും പോലെ ചെയ്തോളാം എന്ന് സമ്മതിച്ച് മറ്റുമൊക്കെ. അപ്പോൾ അവർ മനേത് പറഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച നമുക്ക് എല്ലാവരും കൂടി ഇവിടെ ജുമയ കൂടണം. പിറ്റത്തെ വെള്ളിയാഴ്ച നമ്മളെല്ലാവരും കൂടി ഫ്രാൻസ് പള്ളിക്ക് കൂടാം എന്ന് പറഞ്ഞ് ഒരു വെള്ളിയാഴ്ച ആദ്യത്തെ വെള്ളിയാഴ്ച പള്ളിയിൽ ജുമയ ആടുന്ന്, പിറ്റത്തെ വെള്ളിയാഴ്ച ഫ്രാൻസ് പള്ളിയിലും ജുമയ ആടുന്നു. അതിൻ്റെ 3ാമത്തെ വെള്ളിയാഴ്ച മുമ്പായിട്ട് പറഞ്ഞ് നേർമുടിക്കാരും നമ്മളോട് യോജിക്കാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പള്ളി ഉണ്ടാക്കാൻ ഒരു സ്ഥലം കണ്ടെത്തണം. അതിന് നമ്മൾ എവിടെ നല്ലത് നമ്മൾ സ്ഥലം നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അടുത്ത ദിവസം പറഞ്ഞിട്ട് പിന്നെ മരിക്കോട്ടിൻ്റെ ചെയ്താലേ സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് നമുക്ക് പറ്റുമല്ലെന്ന് എന്തായാലും നോക്കണം എന്ന് ആദ്യം മോദിത് ബാബ എല്ലാവരോടും പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടി സമ്മതിച്ച് അത് അവിടെ പറ്റും അത് മതി എന്ന് സമ്മതിച്ചിട്ടാണ് പിന്നെ അവിടെ പള്ളി ഉണ്ടാക്കാൻ തീരുമാനമാക്കിയത്. പുത്തമ്പള്ളി. പുത്തമ്പള്ളി. ആ വെള്ളിയാഴ്ച
അവിടെ മോലെത്തുങ്ങാണ്ട് എല്ലാവരോടും മോല കൊണ്ടുവരാൻ പറഞ്ഞു. മുടഞ്ഞ ഓല. ആ മോല നിർത്തിപ്പിക്കാണ്ട് പിന്നെ അതിലാണ് ജുമ നിസ്കരിച്ചത്. ആദ്യത്തെ ജുമ. പിന്നെ അവിടെ ഇന്ത്യക്കാരുടെ പേരിൽ പുറത്തുണ്ടായിരുന്നൊരു കുഞ്ചിക്കുളം. ആ കുളത്തിൽ മുമ്പ് ഉണ്ടാക്കി കണ്ട് അവിടെ നിന്നിട്ടാണ് ആദ്യത്തെ ജുമ പള്ളിക്കൽ ജുമ നിസ്കാരം തുടങ്ങിയത്. അത് ഏകദേശം ഏത് കാലത്തായിരിക്കും? അത് പിന്നെ 55-ന്റെ ഇടയിലുള്ള കാലം. ഈ മൗലവി പാപ്പാൻ്റെ ഈ വെള്ളമില്ലായിട്ട് മഴ ഇല്ലായിട്ടേ മൗലവി പാപ്പാൻ്റെ അടുത്തേക്ക് പോയ ഒരു സംഭവം അങ്ങനെ കേൾക്കുന്നുണ്ട്. അതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് നമുക്ക് മഴക്ക് വേണ്ടി ദ്വാരക്കണം നടന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ് മൗലവി പാപ്പൻ്റെ ശേഷം അങ്ങനെ എല്ലാവരും പാപ്പാടെ ദ്വാരകളും അത് കാത്തുനിന്ന് അങ്ങനെ മഴ ആ സമയത്ത് തന്നെ എല്ലാവരും തിരിഞ്ഞു പോയത്. അത് ആശേരി പിന്നെ പുച്ചിട്ടറിയും ശങ്കുണ്ണിന്നാവന്റെ പേര്. അവന്റെ മോന് എന്താ പേര്? ആശേരി ശങ്കുണ്ണിയുടെ മോന്. ശങ്കുണ്ണിയുടെ അപ്പുട്ടിന്നാ വിളിച്ചത്. അപ്പുട്ടിന്നാ വിളിക്കല്. അവന്റെ പേര് ശങ്കുണ്ണിയാണ്. ശങ്കുണ്ണിയുടെ മോനാണ്. പിന്നെ പറയാൻ ഓർമ്മയില്ല. അവന്റെ മോനെ അത് പള്ളിപ്പണി നടക്കണ സമയം പള്ളിയിൽ പണി നടക്കണ മോൻ്റെ അപ്പഴ് എൻ്റെ മോന് എന്തോ ആവും. അവന് ഒരു പ്രാളൊക്കെ കാട്ടണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കല്ലൊക്കെ കടിച്ചു പൊട്ടിച്ചിട്ടുണ്ടെന്നൊക്കെ മോനേരോട് മോനേര് ഒരു വെള്ളം ഉണ്ടാകും. അങ്ങനെ പിന്നെ അവിടുന്ന് ഒരു പാത്രത്തിൻ്റെ വെള്ളം വാങ്ങി കൊടുത്തു മോചിയെടുത്ത്. മോചിയ പാപ്പ ആ വെള്ളം ഊരി കൊടുക്കുന്നത് അവന് കുടിച്ചാളാ. അവനെ കുടിച്ചാൽ കൊടുത്ത് അതുകൊണ്ട് കഴിവും ചെയ്താളെന്ന് പറഞ്ഞ് അങ്ങനെ അത് മേടിച്ചു കൊണ്ടുപോയിക്കാണ്ട് ആണ് മോചിയ പാപ്പ ഈ ശങ്കുണ്ണി അവനെ മോനെ കുടിപ്പിച്ചത്. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പോയി നോക്കിയിട്ടുമില്ല. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ പേടിയായി. അപ്പൊ ഞങ്ങൾക്ക് എനിക്ക് പോകാൻ ഞാൻ പോയിട്ടില്ല. അങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. ഈ പള്ളി ഉണ്ടാക്കിയത് ഏത് രൂപത്തിലാണ്? അങ്ങനെ അതിന്റെ പിരിവ് കാര്യങ്ങളൊക്കെ നടന്ന് നമ്മളെ ചിറ്റൂരിയം മുഖേന മാറസ് ഉണ്ടാക്കിയാണ്. പള്ളി ഉണ്ടാക്കാൻ ഉള്ള സാമ്പത്തിക ഉണ്ടാക്കാൻ എല്ലാവരോടും ഒരു കൊല്ലം ഈത്തോളം ഈ ഷെഡിന് മോനോട്ട് കെട്ടിക്കൊണ്ട് ഷെഡാക്കി നമസ്കരിച്ചത്. ഒരു കൊല്ലത്തോളം നെടുമ്പരാഴ്ച കവുങ്ങും മോനൊക്കെ കൊണ്ടിട്ട് വലിയ വെക്കടക്കത്തുള്ള നീളത്തിൽ വലിയൊരു ഷെഡ് ഉണ്ടാക്കി. ആ ഷെഡിൽ നിന്നിട്ടാണ് ആ കൊല്ലം തീർച്ചത്. പിറ്റത്തെ കൊല്ലം മുതൽ പാപ്പ പറഞ്ഞ് നമുക്ക് പള്ളി ഉണ്ടാക്കണം, അതിന് എല്ലാവരും അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മോനെ പാപ്പ അതിന് പൈസന്റെ പണം സ്വരൂപിച്ച വഴി പറഞ്ഞത് എല്ലാരും നീതി അടക്കുന്നുണ്ടല്ലോ ഭൂമിയിൽ തന്നെ. ആ നീതി അടക്കുന്ന എന്റെ പകുതി സത്യം 10 രൂപ കൊടുക്കുന്നുണ്ട്, നീതി കൊടുക്കുന്നുണ്ടെങ്കിൽ 5 രൂപ, 100 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ 50 രൂപ. അങ്ങനെ ആദ്യത്തെ കേട്ടു ആ നിരക്കായിട്ട് അങ്ങനെ വാങ്ങിയത്. അപ്പൊ പൈസ ഭൂമി ഇല്ലാത്തവന് എനിക്ക് വിരുവില്ല. അങ്ങനെയാണ് പണ്ടിന്റെ പണി തുടങ്ങിയത്. അങ്ങനെ ഈ 5 ഷെഡായിട്ട് കേൾക്കുന്നുണ്ട്. 5 ഷെഡായിട്ടാണ് ആദ്യം ഓട് മേലിന്റെ പണി ഉണ്ടാക്കിയത്. അടൂര് പാർട്ടിയും അങ്ങനെ ഒരു തട്ടായിട്ടായിരുന്നല്ല പള്ളി ഉണ്ടായിരുന്നത്. 5 ഷെഡ് 5 ഷെഡ് അടിയിൽ പാർട്ടിയും കേൾക്കുന്നാളാണ് ഷെഡ്. അങ്ങനെയാണ് പള്ളി ആദ്യം ഉണ്ടാക്കിയത്. അങ്ങനെ പിന്നെ അതിന് പിന്നെ ദിവസവും കാര്യമൊക്കെ നടന്നിട്ട്
മരങ്ങളൊക്കെ കൊടുത്തിരുന്നു, പള്ളിന്റെ മരങ്ങൾ, പള്ളിക്ക് ഉണ്ടാക്കാനുള്ള മരങ്ങളൊക്കെ ആകെ കൊടുത്തിരുന്നു. പള്ളിക്കും ഓരോരുത്തർ സ്പോൺസർ ചെയ്താ കൊടുക്കുന്നുണ്ടല്ലോ. മരം കൊടുത്താൽ നാലടി താമൂരിന് മണല് കൊണ്ടുവരാണ്, നാലടിയിൽ വന്ന ആളില്ല. അത് മണല് കൊണ്ടുവരാന്, ഓട് കൊണ്ടുവരാനും മണല് കൊണ്ടുവരാനും, മരത്തിലല്ല ഓടി കൊണ്ടുവരാന് താമൂര് ഇവിടെ കൊടുന്ന വയക്കത്ത് കൊടുന്ന ഇറക്കിക്കട്ട് ഓട്, ആ ഓടും താന്നൂര് വയക്കത്തെ കൽപ്പുറത്ത് മണലുമാണ്. എല്ലാവരും കൂടി പോയി, ഞാനും വിളിക്കുന്നത് ഇതൊക്കെ കാര്യം കെട്ടി കൊണ്ടുവരാന്. പിന്നെ പള്ളിപ്പള്ളിയുടെ കാലത്തൊരു 22 വയസ്സ് പ്രായം ഉണ്ടാവും. അല്ല, അത് ഇതിന് ഇവിടെ നാലടിയിൽ വന്നുകാണ്ട് നോക്കുമ്പോ ഇവിടെ നാലഞ്ച് കീഴുണ്ട്. മൂലയിൽ പമ്പ് കണ്ടിട്ട് നല്ലപ്പോ ഇങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് അറിയ പൊയ്യതാണോ അല്ല അറിയില്ല. പിന്നെ 2 ടീച്ചറുകൾ വന്ന് ചോദിച്ചു ഇവിടെ നിങ്ങളെ നമുക്ക് തന്നെയാണ് കച്ചവടത്തിൽ ചെയ്തെന്ന് ചോദിച്ചു. കോയക്കാർക്ക് ഒരു കച്ചവടമുണ്ട്, കുഞ്ഞാറാട്ടി കച്ചവടമുണ്ട്, പിന്നെ തിരിച്ചിലെ മാറ്റിക്ക് മോന്റെ പേരക്കിനൊക്കെ കച്ചവടമുണ്ട്. അല്ല, നാലിന്റെ ആരുമില്ല, ആൾക്കാർ വരില്ല, ആൾക്കാർ അന്നേരത്തില്ല. അന്നേരത്തധികം ആൾക്കാരൊക്കെ പഠിക്ക് പോയ സമയമാണ് അധികം. രാവിലെ ഒരു 10 മണി സമയത്താണ്. അപ്പൊ എല്ലാരും ഓരോ പണിയിൽ ഏർപ്പെടുന്ന സമയമാണ്. പാന്റെ പേര് അറിയോ? പാനെ കണ്ടിക്കണ? കണ്ടിട്ടില്ല അല്ലേ? പുത്തമ്പള്ളിക്കലേ ആ പള്ളി ഉണ്ടാക്കിയ ഉടനുള്ള ഖത്തീബ് ഇമാമൊക്കെ ആരെനി അറിയോ? പള്ളിക്കുള്ള ഓർമ്മയില്ലേ? ദർശ തുടങ്ങിയത് പിന്നെ നമ്മള് മഹമ്മൂദിയരാണ്, കരിങ്കപ്പാറ മഹമ്മൂദിയരാ. ആ ഈ നമ്മളെ മൗലവി പാപ്പ ഈ സാമൂഹിക രംഗത്തൊക്കെ ഇറങ്ങിനെയോ? ആളുകളെ ക്ഷേമകാര്യങ്ങൾക്കൊക്കെ, സാമൂഹിക കാര്യങ്ങളിലൊക്കെ, പൊതുകാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന, ബന്ധപ്പെട്ടിരുന്ന? പൊതുകാര്യങ്ങളെ ആവശ്യമുള്ളവരൊക്കെ ഓരോരുത്തരും നിങ്ങളുടെ മോദിയോട് പറയും. എന്നല്ലാതെ പൊതുവിൽ ഇറങ്ങി അങ്ങനെ ഓർമ്മയില്ല. എന്തെങ്കിലും കാര്യം ആവശ്യം ഉണ്ടായാലും അപ്പൊ ഓരോരുത്തരും മോദിയോട് കാര്യങ്ങൾ പറയും. അതിന് ചിലപ്പോൾ അതിന് പറ്റാവുന്ന ആളോട് ബന്ധപ്പെടാനോ അങ്ങനെയൊക്കെ മോദി ഉണ്ടാവുന്നതല്ലാതെ പൊതുവായിട്ട് അങ്ങനെ അതിനെ പ്രവർത്തിച്ചിട്ട് ഞാൻ കണ്ട ഓർമ്മയില്ല. അത് ആദ്യ കാലത്താ ഈ ഇവിടെ പള്ളിക്ക് പള്ളിക്ക് മുതൽ ഇവിടെ ആദ്യം പാപ്പ ദർശനാർത്ഥിന്നല്ലോ പള്ളിക്ക്. അതിന്റെ മുൻകാലങ്ങളിൽ പിന്നെ ബോംബെയിലാണ് പള്ളിയിൽ ഇമാമാണ്. ആ കാലഘട്ടത്തിലാണ് മുമ്പ് സ്വയാണ് പിന്നെ ഖുർആൻ നമുക്കറിയില്ല. എന്നല്ലാതെ ഇപ്പത്തെ കോളേജിലോ കാര്യമൊന്നും പോയിട്ട് കേട്ടിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും ഓർമ്മകളുണ്ടാ മൗലവി പാപ്പാനെ കുറിച്ച്? പറഞ്ഞ കുറെ അറിവുകൾ കിട്ടി. എനിക്ക്
നെല്ലുവണ്ണ കാത്തപ്പള്ളിക്ക് ആ കാത്തപ്പള്ളിക്ക് പോയപ്പോ ദർശനത്തില്ല മുദരിസ് ആ അപ്പം ദർശനത്തിലൊക്കെ ഈ മൽമൊഴിയിലാണ്. പിന്നെ വലിയ വ്യക്തികൾക്ക് ഉണ്ടെങ്കിൽ വലിയ വിളിച്ചെടുത്തിട്ട് അപ്പോൾ പ്രത്യേക സമയം ഉണ്ടാവും. ആ സമയത്ത് അവർ ദർശനത്തിലുണ്ടാവും. നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി കളി. നിങ്ങൾ എത്ര മക്കളുണ്ട് എന്നൊക്കെ ഉള്ള ഇതൊക്കെ. ഞാനാ ഞാൻ പിന്നെ പേരും ഇതൊക്കെ ഇതിൽ രേഖയായിട്ട് വരേണ്ടതാണ്. എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ ഈ ചെറിയതാജി എന്നുള്ള പേര് വന്നത് എങ്ങനെ? എൻ്റെ ആ പാപ്പാക്കും ഉമ്മാക്കും ഞങ്ങള് 3 മക്കളുണ്ടായിരുന്നു. ആ എൻ്റെ മൂത്ത ഏട്ടൻ്റെ പേര് കോയാമുട്ടിയാണ്. ആ അവന് ഒരു 18 വയസ്സ് പ്രായകാലത്ത് 1948 അവൻ മരിച്ചു. പിന്നെ അവൻ്റെ പ്രായമുള്ളത് സെന്തിമോൻ പറഞ്ഞ സെന്തിമോനിയതാണ്. പിന്നെ അതിൻ്റെ പ്രായന് മുഹമ്മദ് എന്നാണ് എൻ്റെ പേര്. എൻ്റെ അമ്മ അപ്പം ഞങ്ങളെ 3 ആളിൽ ചെറിയ കുട്ടിയാണ്. അങ്ങനെ ആരോടും ചോദിക്കണ്ട എൻ്റെ പേരിൽ ഓട്ടനെ കണ്ടോന്നാ. അങ്ങനെ എനിക്ക് ചെറിയതെന്നെ പേര് വന്നു. നിങ്ങൾക്ക് എത്ര മക്കളാണ്? എനിക്ക് ഇപ്പോൾ ഹയാത്തിൻ്റെ 11 മക്കളുണ്ട്. അത് 7 പെൺകുട്ടികളും 4 ആൺകുട്ടികളും. മരിച്ചതുണ്ടാ? പിന്നെ കുട്ടികളെ പ്രസവിച്ച് മരിച്ച കുട്ടികളൊന്നുമില്ല. ഇല്ല. ഇപ്പൊ എല്ലാവരും ദൈവം മരിച്ചവരൊക്കെ ഒന്നും ഹയാത്തിലുണ്ട്. നിങ്ങളെ ഭാര്യനെ ഒന്ന് പരിചയപ്പെടുത്തിയാണ് രാജതാത്താണ്. ഭാര്യ എൻ്റെ എളാപ്പാടെ മകളാണ്. പിന്നെ മൂത്താപ്പാടെ മോനെ ഞാന്. അങ്ങനെ അപ്പൊ എൻ്റെ അമ്മക്ക് ചെറിയ വിശ്വാസ് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഉണ്ടാവും. അപ്പൊ എൻ്റെ മാപ്പാക്ക് പിന്നെ അന്യ കുട്ടികളെ കൊണ്ടാല് ഉമ്മയുടെ വിശ്വാസത്തിൽ തേച്ചോന്നുള്ള സംഖ്യന് 2 എളാപ്പാടെ മക്കളെ വിവാഹം ചെയ്യാനുള്ള കാരണം എന്നാണ് എൻ്റെ തോന്നല്. ആ തോന്നല് ആയിരിക്കും ഇനി ഞാൻ വിചാരിച്ചത്. അങ്ങനെ നിങ്ങൾക്കിപ്പോ എത്ര വയസ്സായിട്ടുണ്ടാവും? എനിക്ക് ഇപ്പോ 90 വയസ്സാണ്. 90 വയസ്സ് അഭിപ്രായം പറയുന്നത്. അതിപ്പോ അന്ന് പഴയ കാലത്ത് വയസ്സ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെ എനിക്കൊരു 5-6 വയസ്സായിട്ടുണ്ടാവും. ആ സമയത്താണ് 1941 എൻ്റെ വാപ്പ സ്കൂൾ കൊണ്ട് ചേർത്തത്. അന്ന് പിന്നെ 5 വയസ്സ് കണക്കാക്കിയിട്ട് 1936 ജനനം മാസത്തിൽ റെക്കോർഡാക്കിയതാണ് എൻ്റെ ജനന സർട്ടിഫിക്കറ്റ്. 36 അല്ലേ? ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്. എനിക്ക് ഇപ്പോ പിന്നെ എൻ്റെ പേരക്കുട്ടികൾ ഒരുപാടുണ്ട്. പേരക്കുട്ടികളെ എനിക്ക് 62 പേരക്കുട്ടികളുണ്ട്. മക്കൾക്കും ആയിട്ട്. അതിന് ആൾക്കാരെ എനിക്ക് ചെയ്തിരിക്കുന്ന വലിയ നാമത്താണ്. അതിനെ ശുക്ർ ചെയ്താൽ മതി. അവരെ നല്ല എൻ്റെ അൽഹംദുലില്ലാ. അള്ളാഹുത്താരെ ഞാൻ എനിക്ക് പ്രത്യേക രോഗങ്ങളൊന്നുമില്ല. അൽഹംദുലില്ലാ. 90-ാമത്തെ വയസ്സാണ്. പ്രത്യേകിച്ച് രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ 5 വക്ത് നിസ്കാരത്തിന് 4 വഴി പള്ളിയിലുണ്ടാവും. പിന്നെ മഗ്‌രിബിൻ്റെ ശേഷം ഇവിടെ ഖുർആൻ ഓതാനൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു വലിയ സഹകാരിയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇവിടുത്തെ പഴയകാല നേതാവും ഇപ്പോൾ അഭ്യുദയകാംക്ഷിയുമായി തുടരുകയാണ്. അൽഹംദുലില്ലാ. എല്ലാ കളക്ഷനും പിരിവും ഉദ്ഘാടനം ചെയ്യലൊക്കെ നമ്മളെ നാട്ടിൽ ബഹുമാനപ്പെട്ട ചെറിയതാജാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്.